1201 ആണ്ട് വൃശ്ചിക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. 17-11-2025 മുതൽ 15-12-2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 5-12-2025 ഗുരു കർക്കിടക രാശിയിൽ നിന്നും വക്രം സഞ്ചരിച്ച് മിഥുനം രാശിയിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ ഉണ്ടാകുന്ന ഒരു മകരക്കൂറുകാർക്കുണ്ടാകുന്ന ഫലങ്ങൾ എല്ലാ സൗഭാഗ്യം ഉണ്ടെങ്കിലും എല്ലാം നമുക്കുണ്ട്. പണം, ധനം, ഐശ്വര്യം എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെ അനുഭവിക്കാൻ യോഗ്യമില്ല. ആ സമയത്ത് കുറവായിരിക്കും. കാരണം എല്ലാം ഉണ്ട്, ആരും എടുത്തോണ്ടൊന്നും പോയിട്ടില്ല. പക്ഷെ അത് അനുഭവിക്കാൻ യോഗം കുറവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ 3 ഗ്രഹങ്ങൾ വൃശ്ചിക രാശിയിൽ സംയോജനം നടത്തുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആ സംയോജനം ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും, അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ അവർക്ക് ലഭിക്കും. രോഗമുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകും. പിന്നെ ജനങ്ങൾക്കിടയിൽ സമ്മതമുള്ള ആളായിരിക്കും. ഈ മകരക്കൂറിൽ ജനിച്ചവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു സമ്മതമുള്ള ഒരു ജനസേവകനോ പൊതുപ്രവർത്തനമോ ഒക്കെ ആകാം. ധനലാഭം പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ ഒരുവിധം തടസ്സമില്ലാതെ എല്ലാം നടന്നു പോകും. മനസ്സന്തോഷം കിട്ടും. അതുപോലെ ഭാര്യാസുഖം, പുത്രസൗഖ്യമൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ 3 ഗ്രഹങ്ങളുടെയും സംയോജനം. ഞാൻ ഈ മകരം കൂറിൽ ജനിച്ച 3 നക്ഷത്രങ്ങളെ തരംതിരിച്ചാണ് ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് 10 വയസ്സ് വരെ ഉള്ള അവർക്ക് കുട്ടികളുടെ സമയമാണ്. അവർക്ക് കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വസ്തുവകകളോ വീടോ പാർട്ടീഷൻ ചെയ്ത് അച്ഛനമ്മമാർക്ക്, ഈ കൊച്ചിൻ്റെ അച്ഛനമ്മമാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വീട് ലഭിക്കാം, അല്ലെങ്കിൽ വസ്തുവായിട്ട് ലഭിക്കാം. പുതിയ വീട്ടിൽ അവർക്ക് താമസിക്കാം. പിന്നെ പിള്ളേർക്ക് ബാലകാല്യ അസുഖമായ ചിലർക്ക് ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വരാം. പഴി കേൾക്കാം. അശ്രദ്ധ ആണ് കാണിച്ച് ചീത്ത മോശമായ കൂട്ടുകെട്ടുകളിലാണ് ഈ കുട്ടികൾ പെടണമെന്നുണ്ടെങ്കിൽ പോലീസ് പരാതിയും കോടതി നടപടികൾ ഉണ്ടാകാം. മാനസികമായ പിരിമുറുക്കം ഉണ്ടാകാം. ആ സമയത്ത് ഒരു മാനസിക ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതിനാൽ സാമ്പത്തിക അച്ചടക്കം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പലർക്കും പല ആപത്തുകളും ഉണ്ടാകാം. മാനസിക സംഘർഷം വരുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. ലഹരിക്കും മയക്കുമരുന്നിനൊക്കെ അടിമയാകാതെ, മദ്യത്തിനൊക്കെ അടിമയാകാണ്ട് ശ്രദ്ധിക്കുക. അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് ഈ മാസത്തിൽ നല്ലത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക്, ഇത് 35 മുതൽ 51 വയസ്സ് വരെ ഉള്ളവർ, അതിന് മുൻകാലങ്ങളിൽ അവർ നടത്തിയിരുന്ന സാമ്പത്തിക അച്ചടക്കം പാലിച്ചു പോയവർക്ക് ഇത് നല്ലൊരു സമയമായിരിക്കും. ഈ 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാം. അതല്ല, സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തവർക്ക് ദുഃഖം തന്നെയായിരിക്കും ആ കാലഘട്ടത്തും അവർക്ക് കിട്ടുക. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപമാനം, മാനഹാനി എന്നിവ വരേണ്ട സാധ്യത കാണുന്നു. സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ്, അശ്രദ്ധ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് പോലീസ് കേസ്, അശ്രദ്ധ കാണിച്ചാൽ പോലീസ് കേസും കോടതി നടപടി വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഈ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയോ, ബന്ധം വേർപെടുത്തി പോവുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ ഇതിൽ അന്യദേശത്തേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന അവരുടെ സമയമാണ്. ചെറിയ അസുഖങ്ങളുണ്ടാവുമെങ്കിലും അതൊന്നും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ധനത്തിനും ധാന്യത്തിനും ഐശ്വര്യത്തിനൊന്നും ഒരു പ്രശ്നവും വരില്ല. പക്ഷേ അവർ ഭക്ഷ്യവിഷ ബാധ ഏൽക്കാണ്ട് നോക്കണം. കാരണം ഇതിൽ അതിസാരം മൂലം മരണഭയം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരുടെയാണ് ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെ ഉള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ചെറിയൊരു സർജറി ആവശ്യമുണ്ടാകാം. രോഗങ്ങൾ ശല്യപ്പെടുത്താം. ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള, കഫത്തിൻ്റെ ശല്യങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. രക്തത്തിൽ അണുബാധ ഏൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു പോകുന്നതിനും അല്ലെങ്കിൽ അകന്ന് ജീവിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ ഇടിമിന്നൽ അങ്ങനെയൊക്കെ ഉള്ളവയിൽ നിന്ന് തീപ്പൊള്ളലേക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊരു ഷോക്ക് ഏൽക്കാനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്.
8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധർമ്മകാര്യങ്ങളിൽ മുടക്കം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കൾക്കും ഈ 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള ജാതകനും ചില രോഗങ്ങളും ആപത്തുകളും വരേണ്ട സാധ്യതയുണ്ട്. ദൂരയാത്ര ചെയ്യേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരുമായിട്ട് കലഹിക്കാണ്ടിരിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് പരാതികളും കോടതി നടപടികളും ഉണ്ടാകാം. ഉറ്റ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മരണവും ഒരു ദുഃഖത്തിലുണ്ടാകാം. അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥ കോമ സ്റ്റേജിൽ പോകുന്നതായാലും മതിയാകും. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം അവർക്ക് കിട്ടി നല്ലൊരു ഐശ്വര്യമുള്ളൊരു ജീവിതം ലഭിക്കുന്നു. വിവാഹം കഴിക്കാം. നല്ല സ്വഭാവമുള്ള ഒരു ഇണയെ ആയിരിക്കും ലഭ്യമാവുക. നല്ല മിത്രങ്ങളെയും അതുപോലെ ലഭിക്കാം. ആരോഗ്യം നല്ല രീതിയിലായിരിക്കും. ശത്രുക്കളുടെ ശല്യങ്ങൾ നിങ്ങൾക്ക് ചില സമയം ഗുണകരമായി തോന്നേണ്ട ഒരു കാലം വരും. ഈ സമയത്ത് സന്താന ഭാഗ്യം ഉണ്ടാകാം. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. പോലീസിൽ ആരെങ്കിലും കള്ളപ്പരാതികൾ കൊടുക്കുകയോ കോടതിയിൽ കള്ളക്കേസുകൾ കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതിയാകും. ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥ വരാം. അതുപോലെ തന്നെ മിത്രങ്ങൾ നമ്മളുടെ പെരുമാറ്റ മോശം കൊണ്ട് ശത്രുക്കളായി മാറാം. ധനവരവിന് കോട്ടം വരാം. ധാന്യങ്ങൾക്കും കുറവ് വരാം. ഇണയുടെ അതായത് ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനോ വേർപിരിഞ്ഞു പോകാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ രോഗങ്ങളും വരാം. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾ, അപമാനം, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, പരിഹാസങ്ങൾ, മാനഹാനി ഇതിനെല്ലാം പരിഹാരം അവർക്ക് ഈ 61 വയസ്സ് മുതൽ മുകളിലോട്ട് അവർക്ക് ലഭിക്കുന്നതാണ്. നല്ല കാലമാണ് അവർക്ക്. ഇത് പല രീതിയിലും ധനധാന്യങ്ങളും മനസമാധാനങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. രോഗങ്ങളുണ്ടെങ്കിൽ അതിനും ആശ്വാസം ലഭിക്കുന്നു. ഒന്നിനും ഒരു പ്രശ്നം വരാതെ ഐശ്വര്യമായി ജീവിക്കേണ്ട, മനസമാധാനത്തോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അടുത്ത അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറിച്ചാണ് ഇത്. ഈ 18 വയസ്സ് വരെയുള്ള ഈ അവിട്ട നക്ഷത്രക്കാർക്ക് ജനങ്ങളിൽ ആരെങ്കിലും ഉറ്റ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും മരണപ്പെടാം. അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകാം. എല്ലാത്തിനോടും ഒരു ഭയം വരാം. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസം മാറാനും സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അതായത് ഓരോരുത്തർക്ക് ഓരോ അംബിഷൻ ഉണ്ട്, ഏതുവരെ എത്തിച്ചേരണം എന്നുള്ളത്. ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ലഭിക്കുന്നതിനും അതുമൂലം ഉയർന്ന സാമ്പത്തിക നിലവാരത്തിൽ എത്തിച്ചേരുന്നതിനും ജീവിതശൈലി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അവർക്ക് സാധിക്കുന്നു. വിവാഹം നടക്കും. സന്താന ഭാഗ്യങ്ങളും ഉണ്ടാകും. നല്ല മിത്രങ്ങളെയും ലഭിക്കും. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾക്കും പഴികൾ കേൾക്കേണ്ടി വരാം. ചില പോലീസ് പരാതികളും കോടതി നടപടികളും ഉണ്ടാകാം. ഇണയുടെ വേർപാട്, ദമ്പതിമാരെ ആരെങ്കിലും ഒരാൾ പിരിഞ്ഞു പോകുന്നതിനോ അല്ലെങ്കിൽ സ്വദേശം വിട്ട് അന്യദേശത്ത് ജോലി സംബന്ധിച്ച് പോകുന്നതിനോ ഒരു അകൽച്ച ഉണ്ടാകാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കെല്ലാം മാറ്റം വന്നിട്ട് മനസമാധാനവും ഐശ്വര്യവും എല്ലാം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ബുദ്ധി നേരെയാകുന്നു. പിന്നെ ചിന്തിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ യുക്തിപൂർവ്വം പ്രവർത്തിക്കുകയുള്ളൂ. ഡിപ്രഷൻ മുതലായ മനോരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതെല്ലാം ഭേദമാകുന്നു. 70 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും കൊച്ചുമക്കൾക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വരാം എന്നുള്ളതൊഴിച്ചാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സർവ്വവിധ സുഖ സമ്പത്തി ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അശ്രദ്ധ കാണിക്കരുത്. അശ്രദ്ധ കാണിച്ചാൽ ധനനാശം വരാം. ധനനാശം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ധനനാശമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുക, ചിന്തിച്ച് ചെയ്യുക. 77 വയസ്സിന് മുകളിലോട്ട് ഉള്ള ആൾക്കാർക്ക് ബന്ധുക്കൾ ഒത്തുചേരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജന്മനാൾ പൂജകളും മറ്റുള്ള ആഘോഷങ്ങളും എല്ലാം നടത്തി സർവ്വ ഐശ്വര്യത്തോടുകൂടി അവർക്ക് ജീവിക്കാവുന്നതാണ്. പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിൽ വാട്സപ്പിലോ ബന്ധപ്പെടുക.
നിങ്ങൾക്ക് ഈ വൃക്ഷമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.